എന്റെ പൊന്നു നാട്ടുകാരിന്ന് നമ്മൾ ജർമ്മനിയിൽ ഒരു വീട് കാണാൻ പോയ കഥയാണ് കേട്ടാ. അത് വല്ലാത്തൊരു കഥയാണ്. ഞാനിപ്പോ ജർമ്മനിയിൽ സത്യം പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കുമ്മനടിച്ച് നിൽക്കാണ്. അതായത് എനിക്ക് വീടും കൂടി ഒന്നും ഇല്ലാന്നർത്ഥം. വീടില്ല എന്നുള്ളൂ, പക്ഷെ ഞാൻ അനാഥനല്ല. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. കാലത്തന്നെ ഞാൻ ഒരുങ്ങി കെട്ടി എന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു വീട് കാണാൻ പോവാണ്. എനിക്ക് പിന്നെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്നെ വിളിച്ചു. ഇവിടെ വീട് കാണാൻ പോലും കണിയാന്റെ അടുത്ത് പോയി പ്രശ്നം വെക്കലും പോരോ അല്ലേ. കണിയാൻ നമുക്ക് നല്ല സമയം നോക്കി ഗണിച്ച് തന്നെ മാതിരി വീടിന്റെ ഉടമ നമുക്ക് ഒരു നല്ല സമയം തരും പോയി കാണാനായിട്ട്. ജർമ്മൻസ് സമയത്തിന്റെ അടുത്ത് കുറച്ച് ഷാർപ്പല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതാ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 4 മണി നാള് പറഞ്ഞത് ഞങ്ങൾ 3 മണിന്നാ വായിച്ചത്. പിന്നെ ഞങ്ങൾ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു അങ്ങേർക്ക് വേണ്ടി. അങ്ങനെ കാത്തിരുന്ന് പുള്ളിക്കാരനൊന്ന് അവതരിച്ചു. അങ്ങനെ വീട് കാണാൻ നേരപ്പോഴാണ് മനസ്സിലായത് അവിടെ പഞ്ചായത്ത് മണിക്ക് വന്ന പോലെ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. ഒരേ വീട് കാണാൻ 6 പേര്. ഈ കാണുന്ന വീടിന് മാസം ഒരു 550 രൂപ ആൾ പറഞ്ഞത്. നാട്ടില് വെറും ഒരു 55,000 രൂപ അത്രേ ഉള്ളൂന്നേ. അങ്ങനെ വീട് കണ്ടിറങ്ങി അവിടുത്തെ ആൾക്കൂട്ടം കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീട് എന്തായാലും അവന് കിട്ടാൻ പോണില്ല. കാരണം ജർമ്മൻസ് കഴിഞ്ഞിട്ട് അവർ ഇന്ത്യൻസിന് കൊടുക്കുള്ളൂ. അത്രയ്ക്ക് മതിപ്പാ ഇവിടെ ഇന്ത്യൻസിന്. അങ്ങനെ വീട് കണ്ട ക്ഷീണത്തിൽ നേരെ ബസ്സും പിടിച്ച് 2 ജർമ്മൻ ബോണ്ടി വാങ്ങി ഞാൻ തിരിച്ചു വന്നുട്ടാ. നല്ല വിശപ്പുണ്ട്, ഇനി ഇതൊന്നും തിന്നട്ടെ. അപ്പൊ ശരിട്ടാ.